ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 2 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. ഈ മാസം 25-ന് വോട്ടെടുപ്പ് നടക്കുന്ന 6ാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. കശ്മീരിലെ മികച്ച പോളിംഗ് ശതമാനം ജനാധിപത്യത്തിന്റെ നാഴികക്കല്ലായി മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് സെയ്ദ് ഇബ്രാഹിം റെയ്സിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് ഇറാൻ സന്ദർശിക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴ. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ജൈവ വൈവിധ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ജൈവ വൈവിധ്യ ദിനം. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം തിരിച്ചുപിടിച്ച് ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് താരങ്ങളായ സാത്വിക് സായ്രാജ്, ചിരാഗ് ഷെട്ടി സഖ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 2 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം അവസാനവട്ട പ്രചാരണത്തിൽ സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ ബസ്തി, ശ്രാവസ്തി ജില്ലകളിലും പശ്ചിമ ഡൽഹിയിലും പരസ്യപ്രചാരണം നടത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പശ്ചിമബംഗാളിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഹരിയാനയിലെ മഹേന്ദ്രഗഡ്, കർണാൽ, കുരുക്ഷേത്ര മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനിറങ്ങും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഹരിയാനയിലെ സോനിപട്ടിലും ചർഖി, ദാദരി ജില്ലകളിലും തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. പഞ്ച്കുലയിലെ സംവിധാൻ സമ്മാൻ സമ്മേളനിലും അദ്ദേഹം പങ്കെടുക്കും. എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സൊരേനും ഇന്ന് ഝാർഖണ്ഡിലെ റാഞ്ചിയിലും ഗോഠയിലും റാലികളിൽ പങ്കെടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ന് വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സംബന്ധിക്കും. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്, അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് ശശി തരൂർ എന്നിവരും പ്രചാരണ രംഗത്ത് സജീവമാണ്. ഈ മാസം 25-ന് വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹിയിൽ ഉൾപ്പെടെ നാളെ പരസ്യപ്രചാരണം അവസാനിക്കും. മറ്റന്നാൾ നിശബ്ദ പ്രചാരണമാണ്. ജൂൺ 1-നാണ് അവസാനഘട്ട വോട്ടെടുപ്പ്. രാജ്യത്തുടനീളം ജൂൺ 4-നാണ് 7 ഘട്ടങ്ങളുടെയും വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കശ്മീരിലെ മികച്ച പോളിംഗ് ശതമാനം ജനാധിപത്യത്തിന്റെ നാഴികക്കല്ലായി മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ കശ്മീരിൽ രേഖപ്പെടുത്തിയ റെക്കോർഡ് പോളിംഗ് 40 വർഷത്തെ പോളിംഗ് ശതമാനം ഭേദിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇന്ത്യയിലെ നാണയപ്പെരുപ്പം മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിയന്ത്രണ വിധേയമാണെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ആഘാതം ഇന്ധനം, വളം, ഭക്ഷ്യമേഖലകളെ ബാധിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് ഇറാൻ സന്ദർശിക്കും. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് സെയ്ദ് ഇബ്രാഹിം റെയ്സി, വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയാൻ എന്നിവരുടെ സംസ്കാര ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു. ഇറാൻ പ്രസിഡന്റിന്റെ വിയോഗത്തിൽ ഇന്ത്യയിൽ ഇന്നലെ ഔദ്യോഗിക ദുഃഖാചരണം നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിലെ ഇറാൻ നയതന്ത്ര കാര്യാലയം സന്ദർശിച്ചു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയാൻ എന്നിവരുടെ മരണത്തിൽ അദ്ദേഹം അനുശോചനം അറിയിച്ചു. മരണമടഞ്ഞ 2 പേരും ഇന്ത്യയുടെ സുഹൃത്തുക്കളായി എക്കാലവും അറിയപ്പെടുമെന്നും ദുഃഖത്തിൽ ഇന്ത്യൻ സർക്കാർ ഇറാനിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായും ശ്രീ ജയശങ്കർ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്നും, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെയും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള തീരത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ്. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ അതിശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തെ വടക്കൻ മേഖലകളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ വിവിധ ഇടങ്ങളിൽ ഇന്നലെ ഉഷ്ണതരംഗം അനുഭവപ്പെട്ടു. അടുത്ത 4 ദിവസം കൂടി ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുമെന്നാണ് മുന്നറിയിപ്പ്. പാകിസ്ഥാനിൽ ശക്തമായ ഉഷ്ണതരംഗത്തെ തുടർന്ന് സ്കൂളുകൾ അടച്ചിടാൻ അധികൃതർ നിർദ്ദേശം നൽകി.
പകൽ താപനില 50 ഡിഗ്രിക്ക് മുകളിൽ വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തുടർച്ചയായ 3-ാം വർഷമാണ് പാകിസ്ഥാനിൽ അന്തരീക്ഷ താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തുന്നത്. നിരവധി പരീക്ഷകൾ മാറ്റിവച്ചു. സാധാരണയേക്കാൾ 8 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച പെയ്ത ശക്തമായ മഴയിലും മിന്നൽ പ്രളയത്തിലും 100-ലേറെ പേരാണ് മരിച്ചത്. ഇന്ത്യ സാമ്പത്തിക ഉയർച്ചയിലേക്കെന്ന റിസർവ് ബാങ്കിന്റെ പ്രതിമാസ ബുള്ളറ്റിൻ. RBI ഡെപ്യൂട്ടി ഗവർണർ നേതൃത്വം നൽകിയ സംഘം തയ്യാറാക്കിയ സ്റ്റേറ്റ് ഓഫ് ഇക്കോണമി എന്ന ലേഖനത്തിലാണ് ഇന്ത്യൻ സാമ്പത്തിക മേഖല മെച്ചപ്പെടുമെന്നും വളർച്ച ത്വരിതപ്പെടുമെന്നും വ്യക്തമാക്കുന്നത്. ഇന്ത്യയിലെ വിവിധ ദൌത്യങ്ങളിൽ പങ്കാളികളായ 5-അംഗ നയതന്ത്ര പ്രതിനിധികളുടെ സംഘം ഒഡീഷയിലെ സംബൽപൂർ സന്ദർശിച്ചു. BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ നേരിട്ട് മനസ്സിലാക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഓസ്ട്രേലിയ, ഡെൻമാർക്ക്, നേപ്പാൾ, മൌറീഷ്യസ്, സീഷെൽസ് തുടങ്ങിയ രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞരാണ് സംഘത്തിലുള്ളത്. സന്ദർശനം നാളെ അവസാനിക്കും. ബിംസ്റ്റെക് ചാർട്ടറിന്റെ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവിനെ പ്രശംസിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും സുസ്ഥിരതയുടെയും ബന്ധം അയൽപ്പക്ക രാജ്യങ്ങളുമായി നിലനിർത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. രാമേശ്വരം കഫേ സ്ഫോടന കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് ദേശീയ അന്വേഷണ ഏജൻസി 4 സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തി. കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ 11 ഇടങ്ങളിലാണ് NIA സംഘം തിരച്ചിൽ നടത്തിയത്. നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. കേസുമായി ബന്ധപ്പെട്ട് 2 പേരാണ് പിടിയിലായത്. ബംഗളൂരുവിലെ രാമേശ്വരം കഫേയിൽ മാർച്ചിലാണ് സ്ഫോടനം നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. സൈനിക ശക്തിയുടെയും പ്രതിരോധ തയ്യാറെടുപ്പുകളുടെയും അടുത്ത തലത്തിലേക്ക് സായുധ സേനയെ എത്തിക്കുന്നതിന് ഇന്റഗ്രേറ്റഡ് തിയേറ്റർ കമാൻഡ്സ് അടിത്തറയിടുമെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ. ജോയിന്റ് മാൻഷിപ്പ് ദ വേ എഹെഡ് എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മേഘാലയയിലെ ചിറാപുഞ്ചിയിൽ വെള്ളച്ചാട്ടത്തിൽ വീണ് മരിച്ച കോഴിക്കോട് അത്തോളി സ്വദേശിയായ സൈനികൻ ഹവീൽദാർ അനീഷിന് ജന്മനാടിന്റെ യാത്രാമൊഴി. ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ വെസ്റ്റ് ഹിൽ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. ഇന്ന് ലോക ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. 2000 ഡിസംബറിലാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി പ്രഖ്യാപിച്ചത്. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ഐക്യരാഷ്ട്രസഭ നടത്തിയ സമ്മേളനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് കൂടുതൽ പ്രസക്തി നൽകി. തുടർന്ന് 2000 ഡിസംബർ 29 ആദ്യമായി ജൈവ വൈവിധ്യ ദിനം ആചരിക്കുകയും ഔദ്യോഗിക ജൈവ വൈവിധ്യ ദിനമായി മെയ് 22 തിരഞ്ഞെടുക്കുകയും ചെയ്തു. പരിസ്ഥിതിയെക്കുറിച്ചും ഈ ഗ്രഹത്തിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുക എന്നതാണ് ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമാകുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം തിരിച്ചുപിടിച്ച് ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് താരങ്ങളായ സാത്വിക് സായിരാജ്, ചിരാഗ് ഷെട്ടി സഖ്യം. കഴിഞ്ഞയാഴ്ച ബാങ്കോക്കിൽ നടന്ന തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റണിലെ മികച്ച വിജയമാണ് ഇരുവരെയും 1-ാം സ്ഥാനത്തിന് അർഹമാക്കിയത്. 46 മിനിറ്റ് നീണ്ട ഫൈനൽ മത്സരത്തിൽ ചൈനീസ് സഖ്യത്തെ 21-15, 21-15 പരാജയപ്പെടുത്തിയാണ് സഖ്യം വിജയം കരസ്ഥമാക്കിയത്. കഴിഞ്ഞ വർഷം ചൈനയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിലെ സ്വർണ്ണ മെഡൽ നേട്ടത്തോടെ ഇന്ത്യൻ സഖ്യം ലോക റാങ്കിങ്ങിലെത്തിയിരുന്നു. തായ്ലാന്റിലെ ബാങ്കോക്കിൽ ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിൽ 4x400 മീറ്റർ റിലേയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ വെള്ളി നേടി. പുരുഷ ടീം ശ്രീലങ്കയെയും വനിതാ ടീം വിയറ്റ്നാമിനെയുമാണ് പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി ഫൈനലിൽ ഇടം നേടി. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 8 വിക്കറ്റിനാണ് കൊൽക്കത്ത വിജയം കരസ്ഥമാക്കിയത്. ഹൈദരാബാദ് ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 13.4 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 164 റൺസ് നേടി. എലിമിനേറ്റർ മത്സരത്തിലെ വിജയികൾ വെള്ളിയാഴ്ച നടക്കുന്ന 2-ാം ക്വാളിഫയറിൽ സൺറൈസേഴ്സിനെ നേരിടും. ഞായറാഴ്ചയാണ് ഫൈനൽ. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 2 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. ഈ മാസം 25-ന് വോട്ടെടുപ്പ് നടക്കുന്ന 6-ാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. കശ്മീരിലെ മികച്ച പോളിംഗ് ശതമാനം ജനാധിപത്യത്തിന്റെ നാഴികക്കല്ലായി മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് സെയ്ദ് ഇബ്രാഹിം റെയ്സിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് ഇറാൻ സന്ദർശിക്കും.
സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴ. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ജൈവ വൈവിധ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ജൈവ വൈവിധ്യ ദിനം. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം തിരിച്ചുപിടിച്ച ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് താരങ്ങളായ സാത്വിക് സായിരാജ്, ചിരാഗ് ഷെട്ടി സഖ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.